ഹലോ ഫ്രണ്ട്സ്, ഓണമല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബ്ലൗസിനൊന്ന് വർക്ക് ചെയ്തെടുത്താലോ. അപ്പോൾ ആദ്യം ഞാനൊരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൽ. അപ്പോൾ ഈ ഒരു ത്രെഡ് ആരി വർക്കിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ്. ആ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരഴ നൂല് മാത്രം എടുത്താൽ മതി. എന്നിട്ട് താഴത്തുനിന്ന് കുത്തി മുകളിലോട്ട് എടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം പിന്നെയും അതുപോലെ തന്നെ മുകളിലോട്ട് അങ്ങനെ തന്നെ തയ്ച്ചു കൊടുക്കണേണ്. അപ്പോൾ ഈ കാണുന്ന പാറ്റേണിൽ തണ്ടിനാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി നമുക്ക് ലീഫ് ചെയ്യുന്നത് ബീഡ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ ചരിച്ചാണ് നമ്മൾ ലീഫിന് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ബീഡ്സ് ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം അത് ലോക്ക് ചെയ്ത് കൊടുക്കണേണ്. എന്നിട്ട് അതേപോലെ തന്നെ വീണ്ടും 5 ബീഡ്സ് ഇതെടുത്തിട്ട് ചെറുതായിട്ട് മുകളിലോട്ട് കുത്തിയിട്ടാണ് ഇത്തിരി കയറ്റിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ എല്ലാ ബീഡ്സും ഇടവിട്ടൊന്ന് പയ്യെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണുണ്ട്. ഇതെല്ലാം തയ്ച്ചതിന് ശേഷം താഴത്ത് ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത ലീഫിലോട്ട് കടക്കുന്നത്. അപ്പോൾ ലീഫെല്ലാം ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡിൽ ഒരു സിൽക്ക് ത്രെഡും പിന്നെ സീക്വൻസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 6 നൂല് കോർത്തെടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 12 ഇഴ ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും. മുകളിലോട്ട് സൂചി കുത്തിയെടുത്തതിന് ശേഷം ആ ത്രെഡ് ഒന്ന് രണ്ടായിട്ടൊന്ന് ചുറ്റി അതിന് ശേഷം സീക്വൻസ് ഒന്ന് വെച്ച് താഴത്തോട്ട് തയ്ച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കിട്ടും. അതിനുശേഷം ബീഡ്സും സീക്വൻസും ബാക്കിയുള്ള വശത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ താഴത്ത് ഓരോന്നും എടുത്ത് തയ്ച്ചതിന് ശേഷം, അതായത് സീക്വൻസിൻ്റെയും ബീഡ്സിൻ്റെയും താഴത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ത്രെഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഉള്ളിൽ ഒന്ന് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഗം ഉപയോഗിച്ച് അതൊന്ന് ഫിനിഷ് ചെയ്യണുണ്ട്. അല്ലെങ്കിൽ ആ ത്രെഡ് ചിലപ്പോൾ അഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് എല്ലാത്തിനും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.